വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സ്ക്വയർ ഐഡൻറ്റിറ്റീസ്, വർഗ സമവാക്യങ്ങൾ. അപ്പം നിങ്ങൾ 1ാമത്തെ സ്ക്വയർ എന്ന് പറയുന്ന പാഠം കയറി കാണണേ കുഞ്ഞുങ്ങളെ. അത് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം 2ാമത്തെ ഈക്വൽ ട്രയാങ്കിൾ അല്ലേ, തുല്യ ത്രികോണങ്ങൾ, അതിനകത്തിൽ കുറേ തത്വങ്ങളൊക്കെ പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ ലിങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞ് കണക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 2 പാഠവും പഠിച്ചതിന് ശേഷം വേണം 3ാമത്തെ പാഠം പഠിക്കാൻ കേട്ടോ. അല്ല ചാടി കയറി 3 അങ്ങനൊന്നുമല്ല, അതിൻ്റെതായ രീതിയിൽ വേണം പഠിക്കാൻ കേട്ടോ. അതിൻ്റെതായ രീതിയിലുമാണ് നമ്മൾ ലിങ്ക് ഇടുന്നത്. പാർട്ടായിട്ട് തന്നെ നിങ്ങൾ കയറി കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. 1 കണ്ടതിന് ശേഷം ഇപ്പം 2 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതിനകത്തിൽ ഇങ്ങനെ നിങ്ങൾ മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാത്സ് ആണ് എടുത്ത് പഠിക്കുന്നതെങ്കിൽ മാത്സിൻ്റെ ഇങ്ങനെ എടുത്ത് ഏത് പാർട്ടാണെന്ന് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കി വേണം എഴുതാൻ കേട്ടോ. അപ്പം നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് സ്ക്വയർ ഐഡൻറ്റിറ്റീസുകൾ. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ 1ാമത്തെ പാഠത്തിലാണ് ഈ കണക്കുകളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ചോദിക്കുക എന്തിനാണ് ഇതിപ്പോൾ കാണിക്കുന്നതെന്ന്. പുതിയ കണക്കുകൾ വരുമ്പോൾ പഴയത് മറന്നു പോകരുത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കണക്കുകളെല്ലാം ചെയ്തതാണ്. ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം, അഥവാ ഒന്നും അറിയാൻ വയ്യാത്തവർക്കൊന്നും കൂടി ഒന്നിരിക്കട്ടെ കേട്ടോ. നിങ്ങൾ ഏതാണോ എഴുതാത്തത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ടിട്ട് കേട്ടോ. പേജ് നമ്പർ ഉൾപ്പെടെ 25 വന്നു കഴിഞ്ഞാൽ 25 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ വിശാലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 33ൻ്റെ സ്ക്വയർ, ഈ ഹാഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഹാഫ് വന്നു കഴിഞ്ഞാൽ 110, പേജ് നമ്പർ 40ൻ്റെ കണക്ക് എല്ലാം മലയാളവും എഴുതി ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. 52ൻ്റെ ഇങ്ങനെ കണക്ക് ഒരിക്കലും ഇങ്ങനെ കണ്ടല്ല പഠിക്കേണ്ടത്, ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. 41ാമത്തെ പേജിലെ കണക്കുകളാണ്. 41ാമത്തെ പേജ്, 42ാമത്തെ പേജ് ഞാൻ ടെസ്റ്റിലെ കണക്കും കൂടി ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ ചെയ്തേക്കുന്ന കണക്ക് അഥവാ ക്ലാസ്സിലൊക്കെ പോകാതിരിക്കുന്നവർക്ക് അറിയാൻ വയ്യാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പനിയുണ്ടോ എന്തെങ്കിലും വയ്യാഴി കൊണ്ടോ സ്കൂളിൽ പോകാൻ പറ്റിയില്ല, മാത്സ് അന്ന് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയ്തിട്ടേക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയണ്ടായോ. അതുകൊണ്ടൊക്കെ ആ രീതിയിലും എല്ലാം അതൊക്കെ നിങ്ങൾ ആ ലിങ്ക് തന്നെ കറക്റ്റായിട്ട് നോക്കി എഴുതി പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇത് പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് ഒന്നറിയാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അതുകൊണ്ട് ഇവിടെ മുതൽ ഈ എക്സർസൈസ് ഒന്നും നല്ലതുപോലെ ഒന്ന് പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ മുതൽ ഒന്ന് അറിയണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴും എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി തോന്നിയില്ല. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ കുഞ്ഞുങ്ങളെ 1 3 5 7 ആണ്. അതിൻ്റെ അതിൻ്റെ സ്ക്വയർ അല്ലേ, വർഗ്ഗങ്ങൾ കാണുന്ന 1ൻ്റെ സ്ക്വയർ 1 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്, 7ൻ്റെ സ്ക്വയർ 49. അത് അറിയണം. കാരണം ഇതിൻ്റെ ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ, ഓഡ് നമ്പർ അറിയാണേ ഒറ്റ സംഖ്യ അതിൻ്റെ സ്ക്വയർ ഏതാണെന്ന് എഴുതണം. ഇനി എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 ആണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തിലെ നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാനതൊന്ന് പറയുകയാണ്. ഈവൻ നമ്പർ ഏതാണെന്ന് നമുക്കറിയാമോ കുഞ്ഞുങ്ങളെ? ഈവൻ നമ്പർ 2 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ് അല്ലേ. 1 2 3 4 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറാണ്. ആ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്പർ അല്ലേ, അതുകൂടി നമ്മൾ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2n എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈവൻ നമ്പറിൻ്റെ ഇനി ഏത് കണക്ക് ചെയ്യുമ്പോഴും 2n വെച്ചാണ് ചെയ്യുന്നത്. ഈവൻ നമ്പർ 2n വെച്ചിട്ട്. ഇനി ആ ഈവൻ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടി കൂട്ടുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ അല്ലേ. ഇപ്പോൾ 2 4 6 8 അല്ലേ കുഞ്ഞുങ്ങളെ ഈവൻ നമ്പറുകൾ. ആ ഈവൻ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 2ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 3 അല്ലേ, 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 5. അപ്പോൾ ആ ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഓഡ് നമ്പർ വരുന്നുണ്ട്. അതാണ് 2n എന്ന് വെച്ചാൽ ഈവൻ നമ്പറാണെന്ന് നമ്മൾ പഠിച്ചു. ആ 2nൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ കുഞ്ഞുങ്ങളെ ഓഡ് നമ്പറാണ്. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസ് കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കണക്കുകൾ അതായത് ഈവൻ നമ്പറും ഓഡ് നമ്പറുമാണ് കേട്ടോ. ഓഡ് നമ്പർ അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a+b² അത് വെച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് 4n² + 4n + 1 എന്ന് കിട്ടും. അറിയാമല്ലോ ഈ 4n² എന്ന് പറയുന്നത് 4n² 4nലും പൊതുവായിട്ട് വന്നേക്കുന്ന ഒരാളാണ് കുഞ്ഞുങ്ങളെ 2. ഈ 2 തന്നെ എന്നാൽ ചോദിക്കും നിങ്ങൾ ഈ 2ഉം വരുന്നില്ലയോ എന്നൊരു സംശയം നിങ്ങൾക്ക് ചിലവർക്ക് വരാം. ഇതും 2ലും വരുന്നില്ലേ? നമ്മളോട് ചോദിച്ചാൽ 2n + 1 ആണ്. അതുകൊണ്ട് നമ്മൾ അതും ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്.
തന്നെയാണ്. അതുകൊണ്ട് രണ്ടിലും പൊതുവായിട്ട് വന്ന ആ 2നെ നമ്മളിങ്ങ് വെളിയിലെടുത്തതാണ്. നമുക്ക് സാധാരണ ചിന്തിച്ചുകൂടായോ നിങ്ങൾ, ഈ 2ഉം ഈ 2ഉം രണ്ടിടത്തും പൊതുവായിട്ട് വരുന്നില്ലേ, അപ്പം 4 എടുത്ത് കൂടായോ എന്ന് ചോദിക്കാം. ചിലവർക്ക് സംശയം കാണാം. ഇതുകൊണ്ട് നമ്മളെന്താ ഇവിടെ 2 സ്ക്വയർ ഈവൻ ഓഡ് നമ്പറിൻ്റെ സ്ക്വയറാണ് ചോദിച്ചത്. നമ്മുടെ 2n+1ൻ്റെ സ്ക്വയറാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണക്ക് ചോദിക്കുമ്പം 2 എടുത്ത് വെളിയിലിട്ടാൽ മതി കേട്ടോ. അതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങൾ അടുത്തത് 4 ആയതുകൊണ്ട് 4 എടുത്ത് വെളിയിലിടണം. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അതിപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് ഈ 4n² 4nലും പൊതുവായിട്ട് 2 ഉണ്ട്. ആ 2നെ വെളിയിലിടുക. ബാക്കി ഇവിടെ എന്തുണ്ട്, 2 × n², അതായത് 2n². പിന്നെ ഇവിടെ എന്തുണ്ട് കുഞ്ഞുങ്ങളെ, 2 × n 2n. പിന്നെ ഇവിടെ ആരുണ്ട്, ഒരു +1. ഈ +1 ആണ്, ഈ +1. അപ്പോൾ ഇതെന്ന് നോക്കിയേ, 2 ഇവിടെ എന്താണ്, 2 × 2 അല്ലേ. 2ൻ്റെ ടേബിളിൽ ഇത് വരുന്നുണ്ട്, +1 കൂടി. അവിടെ അധികത്തിൽ ഒരു +1. ഒറ്റ സംഖ്യയുടെ വർഗ്ഗം എപ്പോഴും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളെ, അല്ലേ? സംശയമുണ്ടോ? ഒറ്റ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1, 3, 5, 7 അല്ലേ കുഞ്ഞുങ്ങളെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 3ൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എത്ര, 9 അല്ലേ. 5ൻ്റെ വർഗ്ഗം എന്ന് വെച്ചാൽ എത്ര, 25. അതെല്ലാം എന്താ, ഒറ്റ സംഖ്യകൾ തന്നെ അല്ലേ. ഈ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ 1, 3, 5, 7, 9 അങ്ങനെ 11, 13 അല്ലേ, അങ്ങനെ പോകുന്ന ഒറ്റ സംഖ്യ. അപ്പം ഈ ഒറ്റ സംഖ്യയുടെ വർഗ്ഗം എന്ന് വെച്ചാൽ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും, ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 2ൻ്റെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് +1 കേട്ടോ. ഓക്കെ ആണോ? അതൊരു ഡൗട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിട്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ എന്നൊരു സംശയം. ഇനി അതിൻ്റെ തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം 1 വരുമെന്ന്. നമ്മൾ എത്ര കൊണ്ടാണോ നമ്മളോട് ചോദിക്കുന്നത് അത് വേണം ഫസ്റ്റ്. ഇപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തന്നെ കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. അവിടെ തെറ്റിക്കല്ലേ. ഞാനതിങ്ങനെ നിങ്ങൾ ഈ ലിങ്ക് ഇട്ടതിന് ശേഷവും പിന്നെയും നിങ്ങൾക്കത് മനസ്സിലായി കാണുമോ എന്ന് എന്നെ മനസ്സിലാത്തൊക്കെ തോന്നുക കേട്ടോ. നമ്മളോട് എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് അത് വേണം ഇവിടെ കൊടുക്കുക. ഇപ്പം 4 കൊണ്ടായതുകൊണ്ട് 4n, 6 കൊണ്ടാണെങ്കിൽ 6n, 10 കൊണ്ടാണെങ്കിൽ 10n. ആ ഒരു ക്ലൂ ഓർത്ത് വെക്കണം കേട്ടോ. +1, ഈ +1 വന്ന എന്തുകൊണ്ടാണ്, നമുക്ക് ഈ 2n+1 എന്നുള്ളത് ഈ ഓഡ് നമ്പറിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, നമ്മളുള്ള ചോദ്യം ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി 4n+1 കേട്ടോ നിങ്ങളെ. റിമൈൻഡർ ഇവിടെ 1 ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? റിമൈൻഡർ 1 ആയതുകൊണ്ട് ഇവിടെ 1. ഇനി റിമൈൻഡർ അതും ഒരു ക്ലൂ ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 4n, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ 5n, 6 കൊണ്ടാണെങ്കിൽ 6n. ആ സംശയം മാറിയോ? പ്ലസ് മിച്ചം 1 ആയതുകൊണ്ട് ഇവിടെ 1. ഇനി മിച്ചം ഇവിടെ 2 വരുന്നെങ്കിൽ ഇവിടെ 2 കൊടുക്കണം കേട്ടോ. ആ ക്ലൂ ഓർക്കണേ. മാത്സ് എപ്പോഴും ക്ലൂ ആ അല്ലേ. ഈ ഒരു നമ്മുടെ ചോദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം 1 വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ, 4n + 1. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിച്ചം 3 അങ്ങനെ വരുവാണെങ്കിൽ, ചുമ്മാ ഞാനങ്ങ് പറയുക, അത് അങ്ങനെയല്ല. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ മിച്ചം 3 വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, 6n + 3. ഇപ്പോൾ അവിടെ മനസ്സിലായോ? ഓക്കെ ആയോ കുഞ്ഞുങ്ങളെ? അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്ക്വയർ കുഞ്ഞുങ്ങളെ, ഈ 4n+1 നമ്മൾ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നതാ 4n² + 4n + 1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാ സ്ക്വയർ, ഇതിൻ്റെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ. അത് എഴുതിയിട്ട് വേണം കണ്ടോ. ഇനി ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 4ഉം ഇവിടെ 4ഉം അല്ലേ. അപ്പോൾ ആ 4നെ അങ്ങ് വെളിയിലിടുക. നോക്കട്ടെ, 4n² 4n അല്ലേ. ഇതിനകത്തിൽ 2ഉം പൊതുവായിട്ട് വന്നാൽ 4നെ എടുത്ത് വെളിയിലിടുക. പിന്നെ ബാക്കി ഇവിടെ ഒരു n², പിന്നെ ഇവിടെ ഒരു n, പിന്നെ പ്ലസ് ഈ +1 കേട്ടോ. ഇതും എന്താണ്, 4ൻ്റെ ഗുണിതമാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി മൾട്ടിപ്പിൾ ഓഫ് 4 + 1. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. ഇനി 8 കൊണ്ടാണെങ്കിലോ, മുമ്പ് ഞാൻ പറഞ്ഞത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8, മിച്ചം എത്ര, 1. സംശയം മാറിയോ? ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4n, മിച്ചം 1 ആയതുകൊണ്ട് 1. ഇവിടെ 8 കൊണ്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 8n, മിച്ചം 1. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ എന്തോ ചെയ്യണം, ഈ ആളെ എപ്പോഴും എടുത്തുകൊണ്ട് വരണം. കാരണം എന്താണെന്നറിയോ, ഓഡ് നമ്പറിന് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചതാണ് 4n² + 4n + 1 എന്നുള്ളത്. അപ്പോൾ ആ ആളിനെ എപ്പോഴും അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇവിടെ എത്ര വട്ടം ഇതിവിടെ ചോദ്യം 2 വട്ടം 4 കൊണ്ടും ചെയ്യണം 8 കൊണ്ടും ചെയ്യണമെന്ന് നമ്മൾ ചോദിച്ചത് കൊണ്ട് നമ്മൾ 1 എടുത്തു, 2 4n² + 4n. ഇവിടെ നോക്കി 8 കൊണ്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിനെ എന്താക്കണം, 8 ആക്കാൻ ശ്രമിക്കണം. 8 ആക്കണം അല്ലേ. നോക്കൂ നിങ്ങളെ, 4n² ഇതിനകത്തിൽ 2ലും പൊതുവായിട്ട് വന്നത് ആരാണ്, 4 അല്ലേ. ഇതിൽ 4n ആ 4nനെ വെളിയിലിട്ടു
എന്താ സംശയം ഉണ്ടോ നോക്കിയേ. 4n² ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ 4 × n × n ആണ്. ഇനി 4n എന്ന് പറഞ്ഞാൽ 4 × n ആണ്. സംശയം ഉണ്ടോ നിങ്ങളെ? ഇല്ല. അപ്പം നമ്മൾ നോക്കിക്കേ, ഈ 4n നിന്ന് 4n ഇനി പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ n അല്ലേ. നമ്മൾ 4n നിന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 4n² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ ചെയ്ത് കാണിക്കണം. ഇവിടെ ഒന്ന് നോക്കണേ നിങ്ങളെ. അതെ, 4n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × n 2 വട്ടം ഉണ്ടെന്നല്ലേ, n × n. സംശയമുണ്ടോ? 4n² എന്ന് വെച്ചാൽ 4 × n × n. ഇനി എന്താ 4n എന്ന് വെച്ച് കഴിഞ്ഞാലോ 4 × n അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടും പൊതുവായിട്ട് വന്നേക്കുന്ന ആരാ? 4n രണ്ടിടത്തും വന്നിട്ടുണ്ട്. ആ 4n ആണ് ഇത് കേട്ടോ. പിന്നെ ബാക്കി ഇവിടെ ആരാണ്? n. ഇവിടെ ആരാ? n. പിന്നെ എത്ര വട്ടം ഇത് 4n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം 4n എടുത്തു എന്നുള്ളതിൻ്റെ കുഞ്ഞുങ്ങളെ ഈ 1 വന്നത് കേട്ടോ. 4n ഇത് 4n², ഇത് 4n കേട്ടോ. അപ്പോൾ ആ ഒരു വട്ടം എന്നുള്ളതിൻ്റെ ഈ 1 വരുന്നത് കേട്ടോ. ഒരു വട്ടം 4n എന്ന് പറയുന്നത് ഒരു വട്ടം 1 പ്ലസ് ഈ +1 കേട്ടോ. ഈ +1 എങ്ങനെയാണെന്ന് ഓർത്തോണേ. ഇനി നോക്കിയേ, 4n ഇതിന് എങ്ങനെ ചെയ്യുമെന്നാ, ഇങ്ങനെ നമുക്ക് കിട്ടി. എങ്ങനെ ചെയ്യും നോക്കൂ നിങ്ങളെ. ഈ n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 4n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ, ഈ n-ന് നമ്മൾ ഓരോ വില കൊടുക്കുക. അപ്പോൾ 4n-ന് ഞാൻ 1 എന്നുള്ള വില കൊടുത്തു. ഇനി 4 ഞാൻ n-ന് 2 എന്നുള്ള വില കൊടുത്തു. ഞാൻ n-ന് 3 എന്നുള്ള വില കൊടുത്തു. ഇങ്ങനെ ഞാൻ വില കൊടുക്കുന്നതിനാണ് ഞാൻ n എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ വേരിയബിൾ എന്ന് പറയുന്നത്. അവിടെ ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു സംഖ്യ ഇട്ട് കൊടുക്കുക. അതിനാണ് ഞാൻ n എന്ന് പറയുന്നത്. ഞാനല്ല n എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 4 × 1 4, 4 × 2 8, 4 × 3 4 3 12 അല്ലേ. ഇങ്ങനെ ഏത് സംഖ്യ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ n കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് n+1, ഇവിടെ ഒരു 4n ഉണ്ട്. അതിൻ്റെ കൂടെ എന്താ n+1 എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക എന്നാ. ഈ n-ൻ്റെ കൂടെ ഇതുവരെ പഠിച്ചില്ലെങ്കിലും ഇനിയേലും പഠിച്ചുകൊണ്ടോ നിങ്ങളെ. n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. 4n എന്ന് പറയുന്നത് അവിടുത്തെ 4 എന്ന് പറയുന്നത് ഈവൻ നമ്പർ അല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ആ ഈവൻ നമ്പറിൻ്റെ കൂടെ അടുത്ത നമ്പർ നമ്മളൊന്ന് ചൊല്ലി നോക്കിയേ. ഏത് ഈവൻ നമ്പർ കഴിഞ്ഞും അടുത്ത നമ്പർ ഏതാ? ഓഡ് നമ്പർ അല്ലേ. ഈവൻ നമ്പർ ഓഡ് നമ്പർ, ഈവൻ നമ്പർ ഓഡ് നമ്പർ. 1 2 3 4 5 6 അങ്ങനല്ലേ. അപ്പോൾ ഈവൻ നമ്പർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാ? ഓഡ് നമ്പറാണ് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. +1. ഇവിടെ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ. ഡൗട്ട് ഇനിയും ഉണ്ടാവില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം കേട്ടോ. 4n ഇതിന് സംശയമൊന്നുമില്ലല്ലോ എങ്ങനെ വന്നേ. അഥവാ ഉണ്ടെങ്കിൽ ഇത് നല്ലപോലെ അറിയണേ. ഈ n+1 ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി കാണിച്ചത് എങ്ങനെയാണ്. ഇനി ഈ 4 എന്ന് ഇപ്പോൾ 5 ആയിരുന്നെങ്കിൽ അത് ഓടായേനെ കേട്ടോ. ഓട് കഴിഞ്ഞാൽ പിന്നെ ഇവന്. ഇവിടെ ഇപ്പം 4 ആയതുകൊണ്ട് ഇവൻ നമ്പറാണ്. ഇവൻ × ഓഡ് കേട്ടോ. +1. അപ്പോൾ ഇവൻ നമ്പറും ഓഡ് നമ്പറുമാണ്. നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ 4 × കേട്ടോ 4 × നോക്കിയേ 2 ഇവിടെ ഈ n ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊടുത്താൽ മതി. ഇനി അതല്ല എന്നാ കൊടുക്കുന്നെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എക്സോ വൈയോ കെയോ കേട്ടോ. ഓരോന്നാണ് കൊടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ആൽഫബറ്റ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പം ഈവൻ × ഓഡ് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടെ 4 ഓൾറെഡി എഴുതുക കേട്ടോ. 4 ഈ 4ആണ് ഈ 4 × ഈവൻ × ഓഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോക്കിയേ. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇപ്പം 2 × ഒരു എന്താ ഓഡ് നമ്പർ 3. 2 × 3 എത്ര? 6. ഈവൻ നമ്പർ തന്നെ അല്ലേ. ഇപ്പം നോക്കിയാൽ 4 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. അതിൻ്റെ കൂടെ ഞാൻ 5 എഴുതുക കേട്ടോ. 5 4 എത്ര? 20. അതായത് ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും നിങ്ങളെ വരുന്നത്? ഈവൻ നമ്പറാണ് വരുന്നത്. ഈവൻ നമ്പർ എന്നുള്ളത് നമുക്ക് 2 എന്ന് കൊടുക്കുക കേട്ടോ. ഈവൻ നമ്പർ 2 മനസ്സിലാക്കണേ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇവിടെ എക്സ് എന്ന് ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് വെച്ചാൽ വേരിയബിൾ കൊടുക്കുക. കാരണം വേറൊരു നമ്പറാണ് നമുക്ക് കിട്ടുന്നതെന്ന് കാണിക്കാനാണ്. ഈ +1 ഇത് തന്നെ. ഈ +1 ഇനി 4 × 2 8x +1. 8 എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ ഈ 8 ആയില്ലയോ, 8ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 8. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു +1 കൂടി ചെയ്തു. ഓക്കെ ആണോ നിങ്ങൾ? ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം നിങ്ങൾ അത്ര മനസ്സിലായോ? ഇത് ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത് കേട്ടോ. ഇതുവരെയുള്ള രീതികൾ മാറുകയാണ്. അപ്പം നമ്മൾ ഇനി കണക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. അടുത്ത നോക്കിയേ പേജ് നമ്പർ 45
രണ്ടാമത്തെ കണക്കാണ് കുറേ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം കണക്കാക്കുക. ഏത് എണ്ണൽ സംഖ്യയുടെയും വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 0 അല്ലെങ്കിൽ 1 ആണ്. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 3 ആകുന്ന സംഖ്യകളൊന്നും പൂർണ്ണവർഗ്ഗങ്ങളല്ല. കാൽക്കുലേറ്റ് ദ റിമൈൻഡർ ഓർ ഡിവൈഡിങ് ദ സ്ക്വയർ ഓഫ് സം നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4 എക്സ്പ്ലെയിൻ ബൈ ദ സ്റ്റേറ്റ്മെന്റ് ബിലോ ആർ ട്രൂ. The statement of any natural number divided by 4 leaves remainder 0 or 1. Any natural number which leaves remainder of 2 or more or 3 on divisions by 4 is not a perfect square. വല്ലോ മനസ്സിലായോ? നിങ്ങളുടെ എല്ലാം ടെസ്റ്റിൽ അവനവൻ്റെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ മലയാളം വായിച്ചുകൊണ്ട് അത് ഇംഗ്ലീഷുകാർക്ക് മലയാളം അർത്ഥം അറിയത്തില്ലെങ്കിൽ ഒന്ന് അറിയട്ടെന്ന് വിചാരിച്ചാണ് ഇത് എഴുതിയത് കേട്ടോ. ഇതെന്തുവാന്ന് ചിലപ്പോൾ മനസ്സിലാവാത്തവരുണ്ടല്ലോ. എല്ലാ കുഞ്ഞുങ്ങളെ പറയുന്നത് ഏതെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ചോദ്യം മനസ്സിലായല്ലോ. കുറേ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗത്തെ എന്താ കുഞ്ഞുങ്ങളെ, കുറേ എണ്ണൽ സംഖ്യ മീൻസ് എന്താണ് ഇവിടെ നാച്ചുറൽ നമ്പർ. നോക്കണേ കുഞ്ഞുങ്ങളെ, ഞാൻ അതിൻ്റെ ഓരോന്നും അങ്ങ് എഴുതി കാണിക്കാം. ഈ നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്? ഈ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോകുന്നതിനെയാണ് നാച്ചുറൽ നമ്പർ അല്ലെ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അവർ പറഞ്ഞത് കുറേ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ, ഇനി ഇതിൻ്റെ വർഗ്ഗങ്ങൾ കാണും. മനസ്സിലായോ? ചോദ്യം നോക്കണേ. എണ്ണൽ സംഖ്യ ഇതിൻ്റെ എന്താ കാണണം? വർഗ്ഗങ്ങൾ മീൻസ് സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇത് ഇങ്ങനെ ഒന്നും നിങ്ങൾ എഴുതണ്ട, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതിയതാ കേട്ടോ. ഇതിൻ്റെ വർഗ്ഗം നോക്കൂ കുഞ്ഞുങ്ങളെ. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, ഇതിൻ്റെ വർഗ്ഗം കാണാനാണ് പറഞ്ഞത്. 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എക്സെട്ര എത്ര വേണമെങ്കിലും എഴുതാം. 1ൻ്റെ സ്ക്വയർ 1 തന്നെ അല്ലേ? സ്ക്വയർ മീൻസ് ആ സംഖ്യയെ ഈ തന്നിരിക്കുന്ന സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക. ഇനിയും പറയണ്ടല്ലോ. 1 × 1, 2 × 2 എത്ര? 4, 3 × 3 9, 4 × 4 4 16 അല്ലേ? 5 × 5 25. സംശയമുണ്ടോ നിങ്ങളെ? തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യ അതിൻ്റെ വർഗ്ഗങ്ങൾ ചെയ്തേക്കുക. ഓക്കെ ആണോ? ഇനി ഈ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം. ചോദ്യം കേൾക്കണോ നിങ്ങളെ? കാൽക്കുലേറ്റ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ സ്ക്വയർ ഓഫ് സം നാച്ചുറൽ നമ്പർ ബൈ 4 എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. ദ സ്ക്വയർ അതിൻ്റെ ഒന്നാമത്തെ നോക്കിയേ. ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. ഏത് എണ്ണൽ സംഖ്യയുടെയും വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 0 അല്ലെങ്കിൽ 1 ആണെന്നാണ്. നമുക്ക് ഈ ഓരോന്ന് നോക്കാം. ഒന്നങ്ങ് പോട്ടെ, ഒന്നിനെ വേണ്ട. 4 നോക്കൂ നിങ്ങളെ. 4 ഡിവൈഡ് 4, 4 ഡിവൈഡ് ചെയ്യാൻ അറിയാവേ? 0 കിട്ടി. അടുത്തത് 9 ഡിവൈഡ് 4 എത്ര? 2 4 8 ബാലൻസ് 1 വന്നു. അടുത്ത 16. ഇനി ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ മതി. 4 എത്ര? 4 16 0. പിന്നെ ഇത് എഴുതിയത് കൊണ്ട് ഇത് തന്നെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. 4 5 6 4 24 എത്ര കുഞ്ഞുങ്ങളെ? 6 4 24 ശിഷ്ടം 1 കണ്ടോ? ഇനി നമുക്ക് എത്ര? 6 6 36 36ൻ്റെ നോക്കിക്കേ. 36ൻ്റെ 4 എത്ര? 9 4 36 അല്ലേ? 9 4 36 0 കണ്ടോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് തന്നിരിക്കുന്ന എണ്ണൽ സംഖ്യയുടെ വർഗ്ഗം കേട്ടോ. എണ്ണൽ സംഖ്യ മീൻസ് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ. നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കിയേ. ഒന്നുകിൽ 0. എണ്ണൽ സംഖ്യയുടെ വർഗ്ഗത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലെ ഹരിച്ചപ്പോൾ നമുക്ക് എത്രയൊക്കെയാണ് നിങ്ങൾ കിട്ടുന്നത്? 0 കിട്ടി, 1 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ആ ചോദ്യം നോക്കിയേ. ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1 ആണല്ലോ. സംശയമുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഇനി നോക്കണേ. 4 കൊണ്ട് ഹരിച്ചാൽ കേട്ടോ അല്ല 0 അല്ലെങ്കിൽ 1 ആണ് കിട്ടുന്നത്. അവർ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം എങ്ങനെയാണെന്ന് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ വർഗ്ഗത്തെ 4 ഉണ്ട്. അതിപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചതാണ്. 0യും 1ഉം 0യും 1ഉം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം നമ്മൾ പറയുക ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ നിങ്ങളെ? ഈവൻ നമ്പറിനെ നമ്മൾ ഏത് വെച്ചാൽ പഠിച്ചിട്ടുള്ളത്? 2n.
അല്ലേ? ഈവൻ നമ്പറിനെ 2 എന്നും ഓഡ് നമ്പറിനെ നമ്മൾ എങ്ങനെയാ ഓഡ് നമ്പറിനെ 2n+1 എന്നുമാണ് കാണിച്ചേക്കുന്നത്, അല്ലേ? ഇതിന് സംശയം ഉണ്ടോ നിങ്ങളെ? അതായത് 2n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ എന്നിന് ഏതെങ്കിലും ഒരു വില വെച്ച് ചെയ്യാന്നാ. ഇതൊന്ന് അധികത്തിൽ പറയുവാന്ന് കേട്ടോ, കാരണം അറിയാൻ വയ്യാത്തവർക്ക്. 2 × n ആവും നിങ്ങളെ, 2n അല്ലേ? അപ്പം 2 × നമ്മൾ 1 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, 2. ഇനി ഞാൻ എന്നിന് 2 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, 4. 2 ഞാൻ 3 ഇട്ട് വെച്ച് കൊടുത്തോ, 6. 2 ഞാൻ എത്ര 4 ഇട്ട് വെച്ച് കൊടുത്തോ, 8. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഇവിടെ എന്തോ നിങ്ങളെ വന്നേക്കുന്നേ നോക്കിക്കേ, ഈവൻ നമ്പറാണ് വന്നേ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താ, ഇരട്ട സംഖ്യകളല്ലേ വന്നത്, അല്ലേ? ഈവൻ നമ്പർ ഓക്കെ. 2n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു, നമ്മളതൊക്കെ പറഞ്ഞതാ, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളെ. 2 × 1 2, 2 × 2 4, 2 × 3 6, ഇല്ലേ? ഈ ഈവൻ നമ്പറിൻ്റെ കൂടെ ഇത് ഫസ്റ്റ് നമ്മൾ പഠിച്ചതല്ലേ, എന്താ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ, അതായത് 2 വെച്ച് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 2n കിട്ടിയെന്ന്. മനസ്സിലായോ? എന്നിന് നമ്മൾ ഏത് വില വെച്ച് കൊടുക്കുന്നോ അപ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, 2n+1. നോക്കൂ നിങ്ങളെ, ഇതിവിടെ 2n+1 അല്ലേ? അപ്പം നമ്മൾ എന്തോ ചെയ്യണം, എന്നിന് ഞാൻ 1 എന്നിട്ട് കൊടുക്കുക, +1 അല്ലേ? എത്ര? 2 × 1 2 +1 = 3. കണ്ടോ? ഇനി അതുപോലെ 2 എന്നിന് ഞാൻ 2 എന്നുള്ള വില വെച്ച് കൊടുക്കുക, എത്ര? 2 2 4 +1 എത്ര നിങ്ങളെ? 5 അല്ലേ? ഇനി 2ന് 3 എന്നുള്ള വില വെച്ച് കൊടുക്കുക. ഇവിടെ നോക്കി, എന്നിന് ഞാൻ ഓരോ വില വെച്ച് കൊടുക്കുന്നതാണ്. എന്നിന് മാത്രമേ മാറുന്നുള്ളേ. 2 × 3 6, 6 + 1 7. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? നോക്കിയേ, 3 5 7. ഇതെന്താ? ഇത് ഓഡ് നമ്പറുവാ, അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ ഓഡ് നമ്പറിൻ്റെ ഇക്വേഷൻ്റെ ആ സംശയം അങ്ങ് മാറിയോ? മാറുന്നുണ്ടോ? ഇത് ഈവൻ നമ്പറാണ്, ഇത് ഓഡ് നമ്പറാണ്. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ? 2n എന്ന് വെച്ചാൽ നമ്മുടെ 2ൻ്റെ കൂടെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പർ തന്നെയാണ് കേട്ടോ. അതാ 2n എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ ഈവൻ നമ്പർ ചെയ്യുന്നത്. ഓഡ് നമ്പർ 2n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പറാണ് കേട്ടോ. ഇത് റഫായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ എന്താ ഈവൻ നമ്പർ എന്ന് വെച്ചാൽ 2n ആണെന്ന് പറഞ്ഞു അല്ലേ? 2n. ഇനി ഇതിൻ്റെ എന്തോ കാണാനാണ് നമ്മളോട് പറഞ്ഞേ? ഇതിൻ്റെ സ്ക്വയർ കാണണം കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ സ്ക്വയർ എത്ര? 2n സ്ക്വയർ അല്ലേ? 2n സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 എത്ര കുഞ്ഞുങ്ങളെ? 4n² എന്നാണ് വരുന്നത് അല്ലേ? 2 ഇതിന് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല, 4n². അതായത് ഈ 4 എന്താ, ഇത് 4ൻ്റെ നമ്മളോട് ചോദിച്ചാൽ എന്താ, 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്പിൾ ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഗുണിക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഓഫ് 4. ഇവിടെ നമുക്ക് റിമൈൻഡർ 0 അല്ലേ? റിമൈൻഡർ 0യും 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 0 വരും അല്ലേ? എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? റിമൈൻഡർ നമുക്ക് എങ്ങനെ വരും? റിമൈൻഡർ 0യും വരും ഓൺ എന്താ വെച്ചാൽ ഡിവിഷൻ ബൈ എത്ര വെച്ചാൽ 4 വെച്ച് അല്ലേ? അതായത് ഇങ്ങനെ എഴുതിയാൽ മതി. ഈ ഈവൻ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. ഈവൻ നമ്പറിൻ്റെ കൂടെ കേട്ടോ, ഈവൻ നമ്പറിനെ എന്താ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ എഴുതിക്കോ കുഞ്ഞുങ്ങളെ. അതിൻ്റെ സ്ക്വയറിനെ, ഇതൊരു റഫായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും, അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നാ കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അതായത് ഇതിനെ നോക്കിയാൽ ഇപ്പം 4 2 × 4 8. 8നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0യാണ്. 2 × 2 4നെ നമ്മൾ 4 കൊണ്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ 0യാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഈവൻ നമ്പറിൻ്റെയാണ്. അപ്പോൾ ഓഡ് നമ്പറിൻ്റെയോ? ഓഡ് നമ്പറിൻ്റെ അപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? 2n+1 ആണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ 2n+1ൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കാം കുഞ്ഞുങ്ങളെ? ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താ, a+b² ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇതിനെ a ആയിട്ടും ഇതിനെ b ആയിട്ടും എഴുതാമെങ്കിൽ എങ്ങനെ എഴുതാം പറഞ്ഞേ? 2n² അല്ലേ? a+b² എന്ന് വെച്ചാൽ a²
പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് 2n ആണല്ലോ. അപ്പം എ സ്ക്വയർ 2n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു ബി എത്ര പറഞ്ഞാൽ 1 പ്ലസ് 1 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ നമുക്കറിയാം. 2n സ്ക്വയർ എന്ന് വെച്ചാൽ 4n ആണ്. 4n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4n ഇൻറ്റു 4n തന്നെ ആണ്. പ്ലസ് 1 സ്ക്വയർ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതിനെ എത്ര 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 4 മൾട്ടിപ്പിൾ ഓഫ് 4 പറ്റുമോ അല്ലേ. എങ്ങനെ പറ്റും കുഞ്ഞുങ്ങളെ? ഈ 4 ഓക്കെ, ഇതിനകത്തിൽ 2ലും 4 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 4നെ നമ്മളിങ്ങി വെളിയിലെടുക്കുക. ഇതിൽ 2ലും ആരുണ്ട്? 4 ഉണ്ട്. 4നെ ഇങ്ങി വെളിയിലെടുക്കുക. പിന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്. ഈ 4 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ട് n ഉണ്ട് പ്ലസ് 1. കണ്ടോ? 4 വെച്ച് നമുക്ക് അപ്പം എങ്ങനെ എഴുതാം? 4ൻ്റെ ടേബിളിൽ നമുക്ക് പറ്റും അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 4 അതിൻ്റെ കൂടെ എന്തുവാ? പ്ലസ് 1 ഡി പ്ലസ് 1 കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 മനസ്സിലായോ? ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 4 കൊണ്ട് സ്ക്വയറിനെ 4 കൊണ്ട് ഇതൊന്ന് അറിയാൻ വേണ്ടി കേട്ടോ. 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് എന്താ നിങ്ങളെ റിമൈൻഡർ 1 ആയിരിക്കും. സംശയമുണ്ടോ? ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചുമ്മാ എന്ന് കാണിക്കാൻ പറ്റും. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ഓഡ് നമ്പർ 3 അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3 സ്ക്വയർ എത്ര നിങ്ങൾ? 9 അല്ലേ. ആ 9നെ നമ്മളൊന്ന് എത്ര 4 വെച്ചൊന്ന് ചെയ്തേ. 4 വെച്ച് 2 4 8 ശിഷ്ടം 1 മനസ്സിലായോ? ശിഷ്ടം 1 വരുമെന്ന്. ഇനി അടുത്ത 5ൻ്റെ സ്ക്വയർ 25 അല്ലേ. 5ൻ്റെ സ്ക്വയർ ഇത് റഫായിട്ടൊന്ന് അറിയാൻ വേണ്ടിയാണ്. 25നെ നമ്മൾ 4 വെച്ച് ചെയ്തേ. 6 4 24 ബാലൻസ് 1 വന്ന് കണ്ടോ? മനസ്സിലായോ? ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ? റിമൈൻഡർ 1 വരും. മുമ്പ് നമ്മളെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞത്? കണ്ടേ ഏതാ? ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഈവൻ നമ്പറിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. സംശയമുണ്ടോ? ഇവിടെ അതിൻ്റെ സംശയമുണ്ടോ? ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 4 അല്ലേ. 4 ഒരു ഈവൻ നമ്പറാണ്. അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 16. 16നെ നമ്മൾ 4 വെച്ചൊന്ന് ചെയ്തേ. 4 4 16 കണ്ടോ? 0 വരും. ഇനി നിങ്ങൾ ഏത് സംഖ്യ വേണമെങ്കിലും ഇട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ അവിടെ? 0 വരും. സംശയം ഒന്നുമില്ലല്ലോ നിങ്ങളെ? ഇല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ ഓഡ് നമ്പറിനെ അതുപോലെ എന്താ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ എല്ലാത്തിൻ്റെയും വലത്തും ഇടത്തും ഒക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതെങ്ങനെ വരുന്നു ആ സംശയം അങ്ങ് തീർക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ അതും വരുന്നുണ്ട്. അടുത്ത നമ്മളോട് ചോദിച്ചാൽ എന്തെന്നറിയോ? ഈ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്ന സംഖ്യ കേട്ടോ. ചോദ്യം നോക്കിയാൽ നിങ്ങളെ രണ്ടാമത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2. ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. 4 കൊണ്ട് ഹരിച്ചാൽ അത് വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നില്ലേ. അടുത്ത അതിൻ്റെ രണ്ടാമത്തെയാണ്. നമുക്ക് 4 കൊണ്ട് ഇംഗ്ലീഷുകാരത് എഴുതണം കേട്ടോ. 4 കൊണ്ട് ഹരിച്ചാൽ രണ്ടാമത്തെ കേട്ടോ ശിഷ്ടം 2 വരുന്ന അത് നമ്മുടെ ചോദ്യം കേട്ടോ. സംഖ്യ എങ്ങനെ എഴുതും? ലിവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4 4 കൊണ്ട് കേട്ടോ. 4 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കണോ? 4 കൊണ്ട് ചെയ്യുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എത്ര കൊണ്ടാണോ ചെയ്യുന്നത് അത് 4n. ഓർമ്മയുണ്ടോ? ശിഷ്ടം എത്ര കുഞ്ഞുങ്ങളെ? ശിഷ്ടം ഓർമ്മയുണ്ടോ? ശിഷ്ടം 2. അപ്പം +2 ഇല്ലേ? മനസ്സിലായോ? ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? എത്ര കൊണ്ടാണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അത് 4n. ഇപ്പോൾ 8 കൊണ്ടാണെങ്കിൽ 8n. ശിഷ്ടം എത്രയാണോ +2 കേട്ടോ. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നത്. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 3 ആകുന്ന സംഖ്യകളൊന്നും പൂർണ്ണവർഗ്ഗങ്ങളല്ല അല്ലേ. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആണോ? നമുക്ക് നോക്കാം. ഞാനിവിടെ നോക്കിയോ നിങ്ങളെ 4n +2 എന്നാണ്. ആണോ നോക്കാം. ഞാനിവിടെ 4ന് ഞാൻ n1 എന്നുള്ള വില വെച്ച് കൊടുക്കുക. +2
അല്ലേ? 4 × 1 4, 4 + 2 എത്ര? 6. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എന്തിൻ്റെയും സ്ക്വയർ ആണോ? 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. ഈ 6 എന്ന് പറഞ്ഞ വരുന്നുണ്ടോ നിങ്ങളെ? ഇല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ 4n + 2, ഞാൻ ഈ n-ന് ഒരു 5 കൊടുത്തെന്ന് വെച്ചോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? n-ന് നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ വെച്ച് കൊടുക്കാൻ 5 കൊടുത്തെന്ന് വെച്ചോ. +2, 5 4 20 ആണ്. 20 + 2 22. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ അല്ല എന്ന് അവർ പറയുന്നത്. മനസ്സിലായോ? അടുത്ത അവർ ചോദിച്ച് നോക്കണേ, ഇത് ഓക്കെ ആണോ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അതത്രയേ ഉള്ളൂ, പറ്റത്തില്ല. അടുത്തത് ഇതേ ചോദ്യം തന്നെ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇനി 3 കൊണ്ട് അല്ലേ? 4 കൊണ്ട് ഹരിച്ചാൽ, വീണ്ടും അവർ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് 4 കൊണ്ട് ഹരിച്ചാൽ, ഇപ്പം തെറ്റ് വന്നില്ല, ഹരിച്ചാൽ ശിഷ്ടം എത്ര വരണം? ശിഷ്ടം 3 വരുന്നുണ്ടോയെന്ന്. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 4n. ശിഷ്ടം നോക്കണേ, ശിഷ്ടം 3. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നമ്മളോട് ചോദിച്ചേ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ കുഞ്ഞുങ്ങളെ? നോക്കിയേ. ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻസ് ബൈ 4 വെച്ച് ചെയ്തപ്പം എന്താ നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ നമ്മൾ കുറേ എക്സാമ്പിൾ കാണിച്ചു. ഇത് കറക്റ്റ് സ്റ്റെപ്പ്, ഞാനിത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു, എങ്ങനെ കിട്ടാത്തതെന്നൊന്ന് മനസ്സിലാക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കുന്നു സത്യത്തിൽ ഇത് ഇപ്പോഴും ഡൗട്ടുള്ളവരുണ്ട്. എത്ര കൊണ്ടാണോ നമ്മളോട് ഹരിക്കാൻ ചോദിച്ചത് അതിൻ്റെ 4 ഉണ്ടാവും ചെയ്യും. ശിഷ്ടം എത്ര എന്ന് വെച്ചാൽ അതാണ് ലാസ്റ്റിൽ എഴുതേണ്ടത്. ഇവിടെ ഓക്കെ, 4 കൊണ്ട് ഹരിക്കുക 4n. ശിഷ്ടം എത്ര? 3 പ്ലസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില ഞാൻ ചുമ്മാ അത് ഒന്നിട്ടോ നോക്കട്ടെ. +3. ഓക്കെ നിങ്ങളെ, 4 + 3 ആണ്. 4 3 7. ഏതിൻ്റെയും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഏതിൻ്റെയെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? പൂർണ്ണവർഗ്ഗങ്ങളാണോ? അല്ല. അടുത്ത നോക്കൂ നിങ്ങളെ, ഞാൻ 4 × 2 ഇട്ട് കൊടുത്തു അല്ലേ? 4 2 8, 8 + 3 എത്ര? 11 ആണോ? അല്ല. ഇതൊന്നും എന്താ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇപ്പോൾ പിടികിട്ടിയോ ഇതെങ്ങനെയാ ചോദ്യം വരുന്നത്, ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതും? ഈ 2n 4n കേട്ടോ. ഇപ്പം നിങ്ങളോട് ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരുന്ന സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? മനസ്സിലായവരെന്ന് പറഞ്ഞേ. 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 10n + 5. മനസ്സിലായവർക്ക് മനസ്സിലായി കാണും കേട്ടോ. ഇനിയുള്ള കണക്കുകളെല്ലാം ഇങ്ങനെ ഉള്ളതാട്ടോ. നമ്മൾ ഇനി ഇതിനെ അങ്ങ് ചെറുതാക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും അങ്ങ് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ആൻസർ ഇതെന്താ? ഇതെന്താ നോട്ട്? ഇത് പെർഫെക്റ്റ് ആണോ? നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ കേട്ടോ. ഇത് 2 നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആട്ടോ. എന്താ വെച്ചാൽ എന്താ ഇതൊരു പൂർണ്ണവർഗ്ഗങ്ങളല്ല. ഈ ചോദ്യം തന്നെ അങ്ങ് 4 കൊണ്ട് ഹരിച്ചാണ്ട് ഈ ചോദ്യം ഉണ്ടല്ലോ ആൻസറായിട്ട് തന്നെ അങ്ങ് എഴുതിയത് സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് 4 ലീവ്സ് റിമൈൻഡർ 0 or എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ഈ ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അത് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ കേട്ടോ. ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊക്കെ അറിയാണേ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കേട്ടോ. ഇതിൽ കുറച്ചൊന്നും നമുക്കിതിനെ അങ്ങ് താഴ്ന്ന ലെവലിലോട്ട് പോകാൻ പറ്റത്തില്ല. മാക്സിമം താഴ്ത്തി അടിച്ചേക്കോ ഇതൊക്കെ കേട്ടോ. ഇത്രയൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ അങ്ങ് വേണ്ടാതെ വെക്കുന്നതല്ലേ കേട്ടോ. അത്രയ്ക്ക് ഇതായിട്ടാണ് നോക്കൂ നിങ്ങളെ ഓരോന്നിൻ്റെയും വില വെച്ചൊക്കെ നോക്കിക്കേ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാ ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ അല്ലേ ഇപ്പോൾ പഠിക്കുന്നത്, വർഗ്ഗം. അതാണോ ഈ കിട്ടിയിരിക്കുന്നതൊക്കെ? അല്ല. ഇവിടെ നോക്കി 7 11 ആണോ? അല്ല. അത്രയേ ഉള്ളൂ നമ്മളോട് ചോദിച്ചേ കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ, കാരണം അടുത്തടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ. കിട്ടാം. ഓക്കെ നിങ്ങളെ, താങ്ക് യു.